യുദ്ധത്തിനു വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന പ്രവാചകനോട് ജാബിർ റളിയല്ലാഹു അൻഹു സ്വകാര്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നബിയെ, തങ്ങൾക്കും ഏതാനും ചില സ്വഹാബികൾക്കുമുള്ള ഭക്ഷണം എൻ്റെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. തങ്ങൾ രഹസ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. ഇത് കേട്ട പ്രവാചകർ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെയുള്ള സ്വഹാബത്തിനോട് മുഴുവനും വിളിച്ചു പറഞ്ഞു, സ്വഹാബ, നമുക്കുള്ള സദ്യ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ജോലി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു ആകെ പേടിക്കുന്നുണ്ട്. കാരണം ഏതാനും അല്പം ഭക്ഷണമേ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളൂ. തങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ഞാൻ അവിടുത്തോട് പറഞ്ഞത് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാകുമോ? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി ജോലി ചെയ്യുന്ന സ്വഹാബത്ത് ഈ ഒരു കാര്യം കേട്ടപ്പോഴേക്കും ജോലിയെല്ലാം നിർത്തിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. നബിയും ഏതാനും കുറച്ച് സ്വഹാബാക്കളും മാത്രം വരുന്നത് കാത്തു നിൽക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ആയിരക്കണക്കിന് സ്വഹാബത്തുമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അടുക്കള വാതിലിലൂടെ കടന്നു ചെന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ഒരൽപ്പം ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രവാചകരോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാടും കുറച്ച് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവും മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഭാര്യ ഇങ്ങനെ പേടിയോടെ പിറുപിറുക്കുന്നുണ്ട്. നബി തങ്ങൾ പറയുന്നുണ്ട്, ജാബിറെ, നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇറച്ചിക്കറിയും റൊട്ടിയൊന്നും അടുപ്പത്ത് നിന്ന് വാങ്ങരുത് എന്ന് നിന്റെ ഭാര്യയോട് നിർദ്ദേശം കൊടുക്കണമെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടത്തോട് ചെന്ന് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാം വെന്ത് പാകമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിലേക്ക് ഒന്ന് മന്ത്രിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സ്വഹാബത്ത് മുഴുവനും കഴിച്ചു കഴിഞ്ഞിട്ടും ആ ഭക്ഷണം വീണ്ടും ബാക്കിയായിരുന്നു. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ സ്വഹാബത്ത് വീണ്ടും ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഹന്തക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹന്തക്ക് യുദ്ധം എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ വിജയം കൈവരിച്ച ഒരു യുദ്ധമായിരുന്നു. ഹന്തക്കിലെ കിടങ്ങ് വിദ്യ എന്നുള്ളത് അറബികൾക്കധികം പരിചയമുള്ള ഒന്നായിരുന്നില്ല. അത് ഫാരിസിൽ നിന്ന് അഥവാ പേർഷ്യയിൽ നിന്ന് വന്ന ഒരു യുദ്ധതന്ത്രമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഈ ഒരു ഹന്തക്കിൻ്റെ യുദ്ധതന്ത്രം കടന്നു വരുന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട്. അത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനത്തിലൂടെ സാധ്യമായ ഒന്നായിരുന്നു. വളരെ കൗതുകകരമാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വലിയൊരു സമ്പന്ന കുടുംബത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അവർ തീയിനെ ആരാധിക്കുന്നവരാണ്. അവർക്കൊരു ശീലം ഉണ്ടായിരുന്നു, കത്തിച്ചു വെച്ച തീയിനെ കെടുത്താതെ സൂക്ഷിച്ചു കൊണ്ടുപോവുക എന്നത്. ആ ഒരു വലിയ ഉത്തരവാദിത്വം മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ് അവർ ഏൽപ്പിക്കുന്നത്. പിതാവ് എടുത്തു പോന്നിരുന്ന ആ ഒരു ജോലി പിന്നീട് പാരമ്പര്യമായിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുകയായിരുന്നു. പക്ഷേ തീയിനെ ആരാധിക്കുന്നതിൽ ഒരിക്കലും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സംതൃപ്തനായിരുന്നില്ല. അവർ തീയിനെ ആരാധിക്കുന്ന പോലെ തന്നെ വെള്ളത്തെ ആരാധിക്കുന്നുണ്ട്, മണ്ണിനെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചാൽ അവരെ മണ്ണിൽ അടക്കം ചെയ്യുകയോ തീയിലിട്ട് ദഹിപ്പിക്കുകയോ വെള്ളത്തിൽ ഒഴുക്കി വിടുകയോ ഒന്നും അവർ ചെയ്തിരുന്നില്ല. അവർ അങ്ങനെ വെച്ച് ദ്രവിച്ചു പോകുന്ന രീതിയാണ് അവർ തുടർന്നു കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനേക്കാൾ നല്ല മതങ്ങൾ ഏതാണെന്ന് സത്യം അന്വേഷിച്ചുള്ള തൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മതപരമായ ഒരു യാത്രക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ അയക്കുന്നത്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ പിതാവ് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും കണ്ടെത്താനായില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തൻ്റെ യാത്രയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടുമുട്ടുകയും അവിടെയുള്ള പ്രാർത്ഥനയിൽ ഏറെ ആകർഷിക്കുകയും ചെയ്ത് അദ്ദേഹം അവിടെ ഒരുപാട് സമയം ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് തന്നെ ഏൽപ്പിച്ച ദൗത്യമൊക്കെ മറന്നുകൊണ്ട് സമയം ഒരുപാട് നഷ്ടപ്പെടുന്നത്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം തൻ്റെ പിതാവിനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ മതത്തെക്കാൾ ഒരുപാട് മേലെയാണ് എന്നൊക്കെയാണ്. ഏതായിരുന്നാലും ഉപ്പയോട് ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ തീയിനെ ആരാധിക്കുന്നതിൽ ഏറെ മേലെയായിരുന്ന പിതാവിന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഈ ഒരു പെരുമാറ്റം അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സൽമാനുൽ ഫാരിസിയെ അദ്ദേഹം വീട്ടുതടങ്കലിൽ വെക്കുന്നുണ്ട്. അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ക്രിസ്തു മതം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരോഹിതനെ ചെന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുപാട് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യും.
അദ്ദേഹം തൻ്റെ ഗുരുവിനെ കണ്ടെത്തിയത് സിറിയയിൽ നിന്നായിരുന്നു. വാർദ്ധക്യം മൂലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഗുരു സൽമാനുൽ ഫാരിസിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. മോനെ, ഇനി മദീനയിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് അറിവ് പഠിക്കാൻ ശ്രമിക്കുകയാണ്. കൂടെ ചില അടയാളങ്ങളും ഗുരു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊന്ന്, ആ പ്രവാചകൻ ഒരിക്കലും സ്വതക്ക സ്വീകരിക്കില്ല എന്നായിരുന്നു. രണ്ടാമത് പറഞ്ഞത് ഹദിയ കൊടുത്താൽ അദ്ദേഹം ഭക്ഷിക്കുമെന്നായിരുന്നു. മൂന്നാമത്തെ അടയാളമായിട്ട് ഗുരു സൽമാനുൽ ഫാരിസിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ ഗുരുവിൻ്റെ പുറത്ത് ഒരു നുബുവത്തിൻ്റെ മുദ്ര കാണാമെന്നായിരുന്നു. ഇങ്ങനെ പ്രവാചകനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഗുരു യാത്ര അയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ ഗുരു പറഞ്ഞു കൊടുത്ത പ്രവാചകനെ അന്വേഷിച്ച് നടപ്പായി. അവസാനം മദീനയിലേക്ക് കടന്നു ചെല്ലാനുള്ള എല്ലാ വഴികളും അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് മദീനയിലേക്കുള്ള ഒരു കച്ചവട സംഘം ഇന്ന ദിവസത്തിൽ തൻ്റെ നാട്ടിലൂടെ വിട്ടുകിടക്കുമെന്ന്. അവരെ കാത്തിരുന്ന് അവസാനം ആ സംഘത്തെ സൽമാനുൽ ഫാരിസി കണ്ടുമുട്ടുന്നുണ്ട്. അവരോടായിട്ട് സൽമാനുൽ ഫാരിസി പറഞ്ഞു, എന്നെ മദീനയിലേക്ക് ആക്കി തരികയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒട്ടകങ്ങളെ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തരാമെന്ന്. കച്ചവടക്കാർ സമ്മതിക്കുകയും എല്ലാം തയ്യാറാക്കി വെച്ച് യാത്രക്കൊരുങ്ങിയ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഇടവഴിയിൽ വെച്ച് അവർ വഞ്ചിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള എല്ലാ ഒട്ടകങ്ങളെയും പിടിച്ചു വാങ്ങുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരു അടിമയാക്കിയിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തൻ്റെ ലക്ഷ്യത്തിലെത്താതെ പോയതിലേറെ ദുഃഖിതനാവുകയും വീണ്ടും തൻ്റെ പ്രവാചകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയും ചെയ്തു. ഇപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു ജൂതൻ്റെ വീട്ടിലെ അടിമയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ആരോ വന്ന് യജമാനനോട് പറയുന്നതായിട്ട് കേട്ടു, മദീനയിൽ പുതിയൊരു പ്രവാചകൻ വന്നിരിക്കുന്നുണ്ട്. ഇത് കേട്ടതോടെ സൽമാൻ്റെ ഉള്ളിൽ ഒരു തണുത്ത കുളിർക്കാറ്റടിച്ച് വീശുന്നുണ്ട്. അന്ന് തൻ്റെ ഗുരു പറഞ്ഞ മദീനയിലെ പ്രവാചകൻ ഇന്ന് അണഞ്ഞിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹം ഏറെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തൻ്റെ ഉടമയുടെ വീട്ടിൽ നിന്ന് പ്രവാചകരെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് നടന്നു ചെല്ലുകയാണ്. കൂടെ ഒരു പാത്രം ഈത്തപ്പഴവും കരുതുന്നുണ്ട്. അന്ന് ഗുരു പറഞ്ഞ അടയാളങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നത്. ഈത്തപ്പഴവുമായിട്ട് പ്രവാചകരുടെ സവിധത്തിൽ ചെന്നിട്ട് സൽമാനുൽ ഫാരിസി പറയുന്നുണ്ട്, ഇത് അവിടത്തേക്കുള്ള സ്വതക്കയാണെന്ന്. പ്രവാചകർ സ്വഹാബത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകർ അത് വാങ്ങിയില്ല. സൽമാൻ്റെ ഒരടയാളം വിജയിച്ചിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ തിരിച്ചുപോയി. തൊട്ടടുത്ത ദിവസം വീണ്ടും പ്രവാചകരെ കാണാൻ വേണ്ടിയിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. കയ്യിൽ ഒരു പാത്രം ഈത്തപ്പഴമുണ്ട്. അത് പ്രവാചകരുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇത് അവിടത്തേക്കുള്ള ഹദിയയാണെന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിക്കുകയും അതിൽ നിന്നൊരൽപ്പം ഭക്ഷിക്കുകയും ബാക്കിയുള്ളത് അനുചരന്മാർക്ക് വീതിച്ചു നൽകുകയും ചെയ്തു. നബിയുടെ പുറത്ത് നുബുവത്തിൻ്റെ മുദ്ര തിരയുന്നുണ്ട്. അതുകൂടെ കണ്ടപ്പോൾ പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുകയും ഫാരിസിൽ നിന്ന് ആദ്യമായിട്ടൊരാൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ പകൽ സമയം തൻ്റെ യജമാനന് അടിമപ്പണിയെടുക്കുകയും രാത്രിയിൽ പ്രവാചകൻ്റെ സദസ്സിലേക്ക് സ്ഥിരമായി വരുന്ന ഒരു വിദ്യാർത്ഥിയായി മാറുകയും ചെയ്തു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പക്ഷേ തൻ്റെ അടിമ ജീവിതം ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള വലിയൊരു തടസ്സമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സൽമാനോടായി പറയുന്നുണ്ട്, മോനെ, നീ നിൻ്റെ യജമാനനോട് ഒരു അടിമമോചനത്തിനുള്ള കരാറ് തയ്യാറാക്കണം. അന്ന് നിലനിന്നിരുന്ന അടിമ സമ്പ്രദായം എന്നത് അത്ര ക്രൂരമായിരുന്നില്ല. അഥവാ യജമാനനുമായിട്ട് ഒരു കരാർ തയ്യാറാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്താൽ അടിമമോചനം സാധ്യമായിരുന്നു. പക്ഷേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനൻ പറഞ്ഞ തുക കുറച്ച് കൂടുതലായിരുന്നു. 360ഓളം വരുന്ന ഈത്തപ്പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്ന വലിയൊരു ഈത്തപ്പഴത്തോട്ടവും 40 ഊക്കിയ സ്വർണ്ണ നാണയവുമാണ് അടിമമോചനത്തിന് വേണ്ടിയിട്ട് സൽമാനുൽ ഫാരിസിയുടെ ഉടമ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിഷയം പ്രവാചകരുടെ മുന്നിൽ ഏറെ ദുഃഖത്തോടെ സൽമാനുൽ ഫാരിസി അവതരിപ്പിക്കുന്നുണ്ട്. ഉടനെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഈത്തപ്പന തൈകൾ കൊണ്ടുവരാൻ പറഞ്ഞു. സ്വഹാബത്ത് ഏറെ ആവേശത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും അവർ തിരിച്ചു വരുമ്പോൾ 10ഉം 20ഉം 50ഉം ഒക്കെ ഈത്തപ്പന തൈകളുമായിട്ട് പ്രവാചകരുടെ സവിധത്തിലേക്ക് അവർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു തോട്ടമെടുക്കുകയും അവിടെ തങ്ങളുടെ കൈകൊണ്ട് തന്നെ എല്ലാ ഈത്തപ്പന മരങ്ങളും നട്ടു വളർത്തുകയും ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ എല്ലാ മരങ്ങളും പെട്ടെന്ന് വളർന്നു പന്തലിക്കുകയും ഏറെ ഫലങ്ങൾ കായ്ക്കുന്ന തോട്ടമായിട്ട് അത് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ
ഒരു യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഒരൽപ്പം സ്വർണ്ണ നാണയം എടുത്തിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ യജമാനന് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അത് തൂക്കി നോക്കാൻ പറയുക എന്ന്. സൽമാന് കൗതുകമായിരുന്നു. കാരണം ഇത് 40 ഊക്കയൊന്നും വരാൻ സാധ്യതയില്ല. യജമാനനെ കൂട്ടിക്കൊണ്ടുവന്ന് തോട്ടം കാണിച്ചു കൊടുത്തപ്പോൾ കാഴ്ച നിൽക്കുന്ന വലിയ തോട്ടം കണ്ടിട്ട് യജമാനൻ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. സ്വർണ്ണ നാണയം തൂക്കി നോക്കിയപ്പോൾ 40 ഊക്കയെ തികഞ്ഞു നിൽക്കുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ മധുരമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. പിന്നീട് അങ്ങോട്ട് പ്രവാചകരുടെ സദസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മാറുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഖന്തക് യുദ്ധം വരുന്നതും അറബികൾക്ക് പരിചയമില്ലാത്ത കിടങ്ങെന്ന യുദ്ധതന്ത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇസ്ലാമിന് വലിയ വിജയം നേടാൻ കഴിയുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ സ്വഹാബത്തിനിടയിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. സൽമാനുൽ ഫാരിസി മുഹാജിറാണെന്നും അല്ല സൽമാനുൽ ഫാരിസി അൻസാരിയാണെന്നുമുള്ള തർക്കമായിരുന്നു അവിടെ നടക്കുന്നത്. അവർ പ്രവാചകരോട് അവർക്കിടയിൽ നടക്കുന്ന തർക്കത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സൽമാനുൽ ഫാരിസി എന്നിൽപ്പെട്ടവനാണ്, അവൻ അഹ്ലു ബൈത്താണെന്ന്. അത്രയും വലിയൊരു നേട്ടമായിരുന്നു തൻ്റെ സത്യാന്വേഷണത്തിലൂടെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ സമ്പന്നമായ കുടുംബത്തിൽ ജീവിച്ചു വളർന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈത്തപ്പനയോല കൊണ്ട് നിർമ്മിക്കുന്ന കൊട്ടകൾ വിറ്റുകൊണ്ട് ജീവിക്കുന്ന വളരെ പരിത്യാഗിയായ ഒരു മനുഷ്യൻ. എല്ലാ സമയത്തും ഏറെ കരയുമായിരുന്നു. ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കരഞ്ഞ് ദുഃഖിതനായി നടക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞ മറുപടി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, നിങ്ങൾ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന്. പക്ഷേ ഞാനൊക്കെ വളരെ സമ്പന്നനായിട്ടാണല്ലോ ജീവിക്കുന്നത്. ചരിത്രം പറയുന്നുണ്ട്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാകെ ഉണ്ടായിരുന്നത് വെറും 15 ദിർഹം മാത്രമായിരുന്നു എന്ന്.